ഹലോ നമസ്കാരം എന്തൊക്കെയുണ്ട് വിശേഷം നമ്മളപ്പോൾ ഒരു സ്കിൻ ബ്രൈറ്റനിങ് ക്രീം ഒരു 7 days ആണ് വിചാരിച്ചത് പക്ഷെ ഒരു 4 days വരെ യൂസ് ചെയ്തിട്ടുള്ള അതിൻ്റെ ബിഫോർ ആൻഡ് ആഫ്റ്റർ റിസൾട്ടാണ് നമ്മൾ കാണുന്നത് കേട്ടോ അപ്പോൾ ഈ ഒരു സ്കിൻ ബ്രൈറ്റനിങ് ക്രീം നമുക്ക് സ്കിന്നിന് കളർ വെക്കാനും ഒപ്പം നമ്മുടെ സ്കിൻ നല്ല ഗ്ലോ ആവാനും സ്കിൻ നല്ല സ്മൂത്ത് ടെക്സ്ചറും അതേപോലെ സ്കിന്നിന് നല്ലൊരു വ്യത്യാസം കാണുന്ന ഒരു സ്കിൻ ബ്രൈറ്റനിങ് ക്രീമാണ് നമ്മുടെ സ്കിന്നിൻ്റെ ഒരുവിധം നമുക്കിത് സ്യൂട്ടാണെങ്കിൽ കുറേയധികം പ്രോബ്ലംസ് നമുക്ക് മാറി കിട്ടുന്ന ഒരു ക്രീമാട്ടോ. അപ്പോൾ എന്തായാലും നമുക്ക് ഈ ക്രീമിന്റെ റിസൾട്ട് നമുക്ക് നോക്കാം. അതിനുശേഷം ക്രീം എങ്ങനെയാണ് റെഡിയാക്കുക അതുപോലത്തെ കാര്യങ്ങളൊക്കെ നമുക്ക് കാണാം. അപ്പോൾ ഇതെങ്ങനെയാണ് ഈ ക്രീം റെഡിയാക്കുക, അതുപോലെ തന്നെ ഇതിൻ്റെ ഒരു പ്രിപ്പറേഷൻ എങ്ങനെയാണ് എന്നുള്ളതൊക്കെ നമുക്ക് അതിന് ശേഷം കാണാം. നമുക്ക് ഈ 7 ദിവസത്തെ ചേഞ്ച് ആദ്യം കാണാം കേട്ടോ. ഓക്കെ, അപ്പോൾ ഇന്ന് day 1 ആണ്. അപ്പോൾ ഞാൻ രാവിലെ സ്കിൻ കെയർ ഒന്നും ചെയ്തിട്ടില്ല. ഇത് സ്റ്റാർട്ട് ചെയ്തിട്ട് ബാക്കി നമ്മുടെ സ്കിൻ കെയർ ഒക്കെ ചെയ്യാം. അപ്പോൾ ഇതാണ് നമ്മുടെ ക്രീം. ഓക്കെ, ഇതായത് മാതിരിയാണ് ഇരിക്കുക. ഇതൊരു 7 ദിവസത്തേക്കുള്ളതാണ് റെഡിയാക്കിയിട്ടുള്ളത്. അപ്പോൾ സ്കിന്ന് ഇതാണ് കേട്ടോ. അങ്ങനെ സ്കിന്നിൽ പിമ്പിളൊന്നുമില്ല. നമുക്ക് എന്തായാലും 7 ദിവസത്തെ ചേഞ്ച് കാണാം. 7 ദിവസം ഞാൻ ചെയ്യാമെന്ന് വിചാരിച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ എന്തായാലും നോക്കാം കേട്ടോ. നമുക്ക് അപ്ലൈ ചെയ്യാം എന്തായാലും. അപ്പോൾ ഈ ക്രീം ഇടുന്നതിനെ കുറിച്ച് പറയുകയാണെങ്കിൽ കുറച്ച് നാൾ മുൻപ് ഞാൻ ട്രൈ ചെയ്ത് തുടങ്ങിയതാട്ടോ. അതായത് എൻ്റെ ഫേസിലെ പിമ്പിൾസ് ഒക്കെ ഈ പ്രഗ്നൻസി സമയത്തെ പിമ്പിൾസ് ഒക്കെ കുറഞ്ഞു എന്ന് കണ്ടപ്പോൾ, സ്കിന്ന് ഭയങ്കര ഡള്ളായി എന്ന് കണ്ടപ്പോൾ പിന്നെ ഇത് ചെയ്യാൻ കാരണം നമ്മൾ മുൻപൊരെണ്ണം ചെയ്തിട്ടുണ്ടായിരുന്നു ഒരു സ്കിൻ ബ്രൈറ്റനിങ് ക്രീമിൻ്റെ. നമ്മൾ day 1 ആണ് നമ്മൾ അപ്ലൈ ചെയ്തിട്ടുണ്ട്. കുറച്ച് തിക്കായിട്ട് തന്നെ അപ്ലൈ ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് എന്തായാലും ഇത് ഉണങ്ങാൻ വേണ്ടി ഒന്ന് വെയിറ്റ് ചെയ്യാം. അപ്പോൾ അന്ന് നമ്മൾ ചെയ്തപ്പോൾ നമ്മൾ ബീറ്റ്റൂട്ടിൻ്റെ വെച്ചിട്ടാണ് ചെയ്തിരുന്നത്. കുറേ അധികം പേർക്ക് റിസൾട്ട് കിട്ടിയിട്ടുണ്ടായിരുന്നു, കുറച്ച് പേർക്കൊന്നും കിട്ടിയിട്ടില്ല. അപ്പോൾ എല്ലാവർക്കും എല്ലാം സ്യൂട്ട് ആവില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ അപ്പോൾ അതിൽ പ്രകാരം എനിക്ക് കുറേ കമൻറ്റ് വന്നു വീട്ടിൽ കിട്ടുന്നത്. അതായത് ചിലർക്ക് ബീറ്റ്റൂട്ട് ഭയങ്കരമായിട്ട് സ്കിന്ന് ഡാർക്ക് ആക്കും എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ അങ്ങനെയുള്ളവർക്ക് ചെയ്യാൻ പറ്റിയിട്ടുള്ള കേട്ടോ. പിന്നെ ഞാനിത് 7 ദിവസം ചെയ്യാമെന്ന് വിചാരിച്ചാലും എനിക്ക് 7 ദിവസം പറ്റിയില്ല. കാരണം ഇത് നമുക്ക് ഡേ ലൈറ്റിൽ ചെയ്യണം, അതേപോലെ ഇത് നമുക്ക് വന്ന് ക്യാമറയിൽ മുമ്പിൽ വന്നിരിക്കണം. അപ്പോൾ അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ ഒരു 4 ദിവസം ആയതിനു ശേഷം 4 ദിവസം ചെയ്തതിന് ശേഷം എനിക്ക് കുറച്ച് നമ്മുടെ ശാരീരിക ബുദ്ധിമുട്ടുകളൊക്കെ വന്നപ്പോൾ ഞാനങ്ങനെ സ്റ്റോപ്പാക്കി. പക്ഷെ എനിക്ക് സ്വന്തമായിട്ട് ചെയ്യുന്നതുകൊണ്ട് പ്രശ്നമില്ല. നമ്മൾ ക്യാമറ എടുത്തുകൊണ്ട് വന്ന് അതിന് മുന്നിലിരുന്ന് ചെയ്യുമ്പോഴാണ് നമുക്കൊരു ബുദ്ധിമുട്ട് വരുന്നത്. അപ്പം ഞാൻ പ്രത്യേകിച്ച് അങ്ങനെ പുറത്തുനിന്നുള്ളതൊക്കെ നോക്കി അറിയാം, വീടിൻ്റെ അകത്ത് ലൈറ്റില്ല. അപ്പോൾ ചില ദിവസത്തെ ലൈറ്റ് ഇട്ടുണ്ട് കേട്ടോ. ചില ദിവസം ഞാനത് മറന്നു പോയിട്ട് ലൈറ്റ് ഓഫ് ആക്കാനൊക്കെ മറന്നു പോയിട്ട് അങ്ങനെ എടുത്തിട്ടുണ്ട്. അപ്പോൾ ലൈറ്റിൻ്റെ ചെറിയ വ്യത്യാസങ്ങളുണ്ടാവും. ഫ്രണ്ടിൽ നിന്ന് ജനലയുടെ അവിടെ നിന്ന് വരുന്ന ലൈറ്റിലാണ് നമ്മൾ ഇരുന്നിട്ട് വീഡിയോ ഇടുന്നത്, അല്ല ഈ ഫേസ് പാക്ക് ഇടുന്നത് കേട്ടോ. അപ്പോൾ എനിക്കൊരു 4 ദിവസം ചെയ്തപ്പോൾ എനിക്ക് കിട്ടിയിട്ടുള്ള ഗുണങ്ങൾ എന്തൊക്കെയാണെന്ന് വെച്ചാൽ നമ്മുടെ സ്കിന്ന് നന്നായിട്ട് ബ്രൈറ്റൻ ആയിട്ടുണ്ട്. അതായത് നമ്മുടെ സ്കിന്നിലത്തെ ആ ഒരു ടാനും കാര്യങ്ങളൊക്കെ മാറിയിട്ട് സ്കിന്ന് നല്ല ബ്രൈറ്റനിങ്, ഒപ്പം നമുക്ക് നല്ല സ്മൂത്തൻ ആവുന്നുണ്ട്. അതുപോലെ സ്കിന്ന് നമുക്കിങ്ങനെ നല്ല ഗ്ലോ വരുന്നുണ്ട്, നാച്ചുറലി നല്ല ഗ്ലോയിങ് ആവുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് ഈ ബ്രൈഡൽ, അതായത് വിവാഹത്തിനൊക്കെ ഒരുങ്ങുന്നവർക്ക് മസ്റ്റ് ട്രൈ ആണ്. കാരണം എന്ന് വെച്ചാൽ നല്ല വ്യത്യാസം നമുക്ക് കാണും കേട്ടോ. അപ്പോൾ ഇത് റിമൂവ് ചെയ്യണ സമയത്ത് ഞാൻ ഓർമ്മയില്ലാണ്ട് ഫാനും ലൈറ്റൊക്കെ ഇട്ട് വെച്ചു. അതാണ് ബാക്കിലെ ലൈറ്റ്. അത് ചില സമയത്ത് അങ്ങനെ മറന്നു പോകണതാണ്. കാരണം നമ്മൾ മുകളിലാണ് വന്നിരിക്കുന്നത്, അപ്പോൾ ഭയങ്കര ചൂടാണ്. അപ്പോൾ ഓർമ്മയില്ലാണ്ട് സ്വിച്ചുകളൊക്കെ അങ്ങനെ ഇട്ട് വെച്ചു. പിന്നെ വീഡിയോ എടുത്തതിന് ശേഷം അയ്യോ ഞാനിപ്പോൾ ലൈറ്റ് ഇട്ടിട്ടാണത് എന്ന് വീഡിയോ എടുത്തത്, ഇനിയിപ്പോൾ അതൊരു കമൻ്റ് ആവുമല്ലോ എന്ന് ഓർത്തത്. പക്ഷെ നിങ്ങൾക്ക് ആവശ്യക്കാർക്ക് ട്രൈ ചെയ്ത് നോക്കാൻ പറ്റിയിട്ടില്ല. നല്ലൊരു എന്താ പറയുക, നല്ലൊരു ഫേസ് പാക്കാണ്. സ്കിന്ന് നന്നായിട്ട് ബ്രൈറ്റ് ആവുകയും ചെയ്യും. അതേപോലെ നമ്മുടെ സ്കിന്നിലത്തെ ഒരു ഗ്ലോ ഉണ്ടല്ലോ, നമുക്ക് ആ ഒരു നാച്ചുറൽ തിളക്കം അത് നമുക്ക് കൊണ്ടുവരാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യും കേട്ടോ. അപ്പോൾ ഞാനൊരു 4 ദിവസം ട്രൈ ചെയ്തു. അപ്പോൾ എന്തായാലും നമുക്ക് day 1 day 2 എന്ന് പറഞ്ഞിട്ട് കാണാം. അതുപോലെ തന്നെ നല്ലൊരു ചേഞ്ച് ഉണ്ട് മൊത്തത്തിൽ നോക്കുമ്പോൾ. അപ്പോൾ നിങ്ങൾക്ക് മസ്റ്റ് ട്രൈ ആണ്. നല്ലൊരു നാച്ചുറലി ഗ്ലോ നമുക്ക് റിമൂവ് ചെയ്യുമ്പോൾ തന്നെ ഫീൽ ചെയ്യും. പിന്നെ ഞാനിതിൽ പ്രത്യേകിച്ച് അങ്ങനെ ഒരു എഡിറ്റിങ് കാര്യങ്ങളൊന്നും ചെയ്തിട്ടില്ല. കാരണം നിങ്ങൾക്ക് നെക്ക് നോക്കി അറിയാം, കണ്ണിന് ചുറ്റും നോക്കി അറിയാം. നമ്മളൊരു ഫിൽറ്റർ ഇടാണെങ്കിൽ ഫേസ് ഫുള്ളായിട്ട് ഫിൽറ്റർ വരും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ എടുത്ത് പറഞ്ഞത് നമ്മൾ ഇങ്ങനത്തെ വീഡിയോസ് ചെയ്യുമ്പോൾ ഏറ്റവും കൂടുതൽ വരുന്ന കമൻ്റാണ് ഫിൽറ്റർ റിമൂവ് ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മളൊരു ഫിൽറ്റർ ഇടാണെങ്കിൽ മൊത്തത്തിലാണ് ഫിൽറ്റർ വരിക. അപ്പോൾ അതുകൊണ്ടാണ് നിങ്ങൾക്ക് അറിയാമല്ലോ, നമ്മളിപ്പോൾ ഇൻസ്റ്റാഗ്രാമിലൊക്കെ റീൽസിലൊക്കെ ഫിൽറ്റർ ഇട്ട് ചെയ്യുന്ന ആൾക്കാരല്ലേ. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് കണ്ണിന് ചുറ്റുമുള്ള ഒരു കറുപ്പും കഴുത്തിലെ കറുപ്പും അതുമാതിരി തന്നെ നിൽക്കുന്നുണ്ട്. അതും ഒന്നും മാറിയിട്ടില്ല. ഓക്കെ, പിന്നെ ഞാൻ ബാക്കിൽ ലൈറ്റ് ബാക്ക്ഗ്രൗണ്ട് വ്യത്യാസം ഉണ്ടാകും. കാരണം ഞാൻ
ചില ദിവസങ്ങളിൽ ഓടി വന്ന് അങ്ങനെ ലൈറ്റ് ഇട്ടിട്ട് ചെയ്തു. ഫസ്റ്റ് ദിവസം ലൈറ്റ് ഓഫ് ചെയ്തു. അത് ഫസ്റ്റ് ചെയ്തത് എങ്ങനെയാണെന്നുള്ള ശ്രദ്ധിക്കാണ്ട് അങ്ങനെ ചെയ്തതാണ്. പിന്നെ അങ്ങനെ ചിലത് ഇട്ടുപോയി, ചിലത് ഇട്ടില്ല, അങ്ങനെയൊക്കെ ആയിട്ടോ. അപ്പം എന്തായാലും ഫ്രണ്ടിൽ നിന്നുള്ള ലൈറ്റിലാണ്, ഡേ ലൈറ്റിലാണ് നമ്മൾ ചെയ്യുന്നത്. വേറെ പ്രത്യേക ഒരു ലൈറ്റ് വെച്ചിട്ടില്ല. പിന്നെ നമ്മുടെ റൂമിലെ ലൈറ്റാണ് നമ്മൾ ബാക്കിൽ കാണുന്നത്. അപ്പോൾ നമുക്ക് എന്തായാലും ഈ ക്രീം, സ്കിൻ ബ്രൈറ്റനിങ് ഹോം മെയ്ഡ് ക്രീം എങ്ങനെയാണ് റെഡിയാക്കാന്നൊക്കെ നമുക്ക് കാണാം. അതേപോലെ ഈ ഡേ 1, ഡേ 2, ഡേ 3, ഡേ 4 വരെ ചെയ്തിട്ടുണ്ട്. അപ്പം അതിൻ്റെ റിസൾട്ട് കാണാം. അപ്പം ഇത് ഡേ 4ൻ്റെ റിസൾട്ടാണ്. അപ്പം ഞാൻ കാലത്ത് തന്നെ വന്നിരുന്നിട്ടാണ് ഈ ഫേസ് പാക്ക് ഇടുന്നത്. കാരണം നാച്ചുറൽ ലൈറ്റ് കിട്ടാൻ വേണ്ടിയിട്ട്. അപ്പോൾ ചില ദിവസങ്ങൾ ആ സമയത്തൊക്കെ മഴയുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഉച്ച തിരിയാൻ നിൽക്കുന്ന നിന്ന് കഴിഞ്ഞാൽ ഫുള്ള് ലൈറ്റ് പോവും. അപ്പം നമ്മൾ വേറെ ലൈറ്റ് വെക്കേണ്ടില്ല. അപ്പോൾ അങ്ങോട്ട് ഇങ്ങോട്ടൊക്കെ ആ ഒരു ഇതായിരിക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ ഒരു കറക്റ്റ് റിസൾട്ട് കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ രാവിലെ തന്നെ ചെയ്തായിരുന്നു കേട്ടോ. രാവിലെ വേറെ സ്കിൻ കെയറും ചെയ്തിട്ടില്ല, ലിപ് ബാം ഇട്ടുണ്ട്, വേറെ ഒന്നും ചെയ്തിട്ടില്ല. നേരെ വന്ന് ഫേസ് പാക്ക് ഇട്ട് കൊടുക്കുക. അപ്പം എൻ്റെ നെക്കും മുഖവും തമ്മിലുള്ള വ്യത്യാസം നോക്കി അറിയാൻ പറ്റും. പിന്നെ എന്നോട് കുറേ പേര് ഈ അടുത്ത് ചോദിക്കുകയും ചെയ്തു, ചേച്ചി നല്ല സ്കിൻ നല്ല ഗ്ലോ ഉണ്ടല്ലോ, ബ്രൈറ്റനിങ് ആയിട്ടുണ്ടല്ലോ, ചേച്ചി ഇങ്ങനെ ടാനൊന്നും വന്നില്ലേ പ്രഗ്നൻസിയുടെ ഈ സ്റ്റേജിൽ എന്നൊക്കെ. കഴുത്തിൽ ഉണ്ട് കറുപ്പ്, നോക്കി അറിയാൻ പറ്റും. ഫേസിൽ നിങ്ങൾക്ക് ഇത് ചെയ്ത് നോക്കാം കേട്ടോ, നല്ലതാണ്. നിങ്ങൾക്ക് ആരോഗ്യമൊക്കെ ഓക്കെയാണ്, അതേപോലെ എന്താ പറയുക വേറെ പ്രശ്നങ്ങളൊന്നുമില്ല, അങ്ങനെ ഉണ്ടെങ്കിൽ മാത്രം ഇല്ല. നിങ്ങൾക്ക് എപ്പോഴാണോ നിങ്ങൾ ഫ്രീ ആവണേ ആ സമയത്ത് നിങ്ങൾക്ക് താല്പര്യമുള്ള സമയത്ത് ചെയ്ത് നോക്കാവുന്നതാണ്. നല്ലതാണെന്ന് എനിക്ക് തോന്നി. സ്കിന്നിന് നല്ല ഗ്ലോ ആവുന്നുണ്ട്. ഒന്നാമത്തെ എനിക്ക് സാധാരണ നമ്മൾ ഫേസ് പാക്ക് ഇടുമ്പോൾ നമുക്കൊരു ഗ്ലോയിങ് കുറച്ച് കഴിയുമ്പോൾ പോകുന്നല്ല എല്ലാവരും പറയാറ്. പക്ഷെ ഒരു നല്ലൊരു ഗ്ലോ നമുക്ക് ദിവസം ചെല്ലുന്നതോറും നമുക്ക് കിട്ടുന്നുണ്ട് കേട്ടോ. എന്തായാലും ചെയ്ത് നോക്കാവുന്നതാണ്. അപ്പോൾ 4 ദിവസമാണ് ചെയ്തുള്ളൂ. 4ാമത്തെ ദിവസമാണ്. നല്ല റിസൾട്ട് തന്നെയാണ് എനിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നത് നമ്മുടെ സ്കിന്നിന്. അപ്പോൾ എന്തായാലും നമുക്ക് ഈ ക്രീം എങ്ങനെയാണ് വീട്ടിൽ റെഡിയാക്കാൻ നോക്കാം കേട്ടോ. അപ്പോൾ നമുക്ക് വേണ്ടത് റൈസ്, അതായത് അരി ഉണ്ടല്ലോ. ഞാനിവിടെ എടുത്തിരിക്കുന്നത് പൊന്നിയരിയാണ്. നമ്മുടെ വീട്ടിൽ അതാണ് ഇപ്പോൾ സ്ഥിരം വെക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് പൊന്നിയുടെ അരി നന്നായിട്ട് പേസ്റ്റാക്കി എടുക്കുക, വേവിച്ചത്. അപ്പോൾ നമുക്ക് ഏത് വേണമെങ്കിലും എടുക്കാം കേട്ടോ, ബ്രൗൺ റൈസോ അല്ലെങ്കിൽ ഇപ്പോൾ ഏതാണ് നമ്മുടെ വീട്ടിൽ വെക്കണമെന്ന് വെച്ചാൽ ആ അരി കുറച്ച് കഞ്ഞിവെള്ളം 2-3 സ്പൂൺ അങ്ങനെ ഒഴിച്ച് നല്ല കട്ടയ്ക്ക് അരച്ചെടുക്കുക. അതിന് ശേഷം ഒരു പാൻ വയ്ക്കുക, അതിലേക്ക് എഗ് വൈറ്റ് ഇട്ട് കൊടുക്കുക. അപ്പോൾ ഒരു എഗ് വൈറ്റ് ആണ് ഞാൻ ഇട്ടിട്ടുള്ളത്. അപ്പോൾ ഞാൻ ഈ ക്രീം റെഡിയാക്കിയിട്ട് 7 ദിവസത്തേക്കുള്ള എനിക്ക് ഉണ്ടായിരുന്നു കേട്ടോ. 4 ദിവസം കാണിച്ചുള്ളെങ്കിലും 7 ദിവസത്തേക്കുള്ള ക്രീം എനിക്ക് ഉണ്ടായിരുന്നു. പിന്നെ നമ്മുടെ നില ലൈഫ് സ്റ്റൈൽ വ്ളോഗ് ചാനൽ നോക്കി കഴിഞ്ഞാൽ ഞാൻ അതിലൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞാൻ ഒരു ക്രീം ഇടുന്നുണ്ട് എന്നുള്ളത്. നമ്മുടെ കുറച്ച് ദിവസം മുന്നത്തെ വ്ളോഗിലൊക്കെ, ഇപ്പോഴത്തെ അല്ല. അപ്പം അങ്ങനെ മുന്നേ ചെയ്ത് നോക്കിയിട്ട് ഇപ്പോഴാണ് ഞാൻ എൻ്റെ വീഡിയോ അപ്ലോഡ് ചെയ്യണതെന്ന് മാത്രം. അപ്പം നമ്മൾ ഒരു എഗ് വൈറ്റ് ഫുള്ളിട്ടു. അതിലേക്ക് നമുക്ക് പിന്നെ വേണ്ടത് ക്യാരറ്റിൻ്റെ ജ്യൂസാണ്. ഒരു 2.5 സ്പൂണൊക്കെ ഉണ്ടാവും ക്യാരറ്റിൻ്റെ ജ്യൂസ്. അത് നമ്മൾ എഗ് വൈറ്റിലേക്ക് ഇട്ടിട്ട് പിന്നെ ലെമൺ, അതായത് ഒരു ഫുള്ളായിട്ടുള്ള ഒരു സ്പൂണ് ലെമൺ നമ്മളിതിലേക്ക് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ലെമൺ നിങ്ങൾക്ക് ഒഴിവാക്കണമെങ്കിൽ ഒഴിവാക്കാം. ചിലർക്ക് ലെമൺ താല്പര്യം ഉണ്ടാവില്ല. അപ്പം നിങ്ങൾക്ക് സ്കിന്നിന് സ്യൂട്ട് ആവാത്ത എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഒഴിവാക്കാം. എന്നിട്ട് പിന്നെ നമ്മൾ വേണ്ടത് നമ്മൾ പേസ്റ്റാക്കി വെച്ചിരുന്ന ഈ റൈസ് ഉണ്ടല്ലോ, അരി വേവിച്ച് അരച്ച് വെച്ചത്, അത് നമ്മൾ ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. ഇതിലേക്ക് ഇട്ടിട്ട് നമ്മളൊന്ന് സ്പൂൺ വെച്ചിട്ടൊന്ന് ഈ മിക്സ് എല്ലാം കൂടിയിട്ടൊന്ന് ബ്ലെൻഡ് ചെയ്ത് കൊടുക്കുക. അതായത് സ്പൂണോ, ഇപ്പോൾ നമ്മൾ നോൺ സ്റ്റിക്കിൻ്റെ ആണ്, അപ്പോൾ അതുകൊണ്ട് ഒരു തവി വെച്ചിട്ട് നന്നായിട്ടൊന്ന് ബ്ലെൻഡ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നന്നായിട്ട് ബ്ലെൻഡ് ചെയ്തിട്ട് ഇതിൽ വെള്ളം, അതായത് നമ്മളിത് കുറുക്കാനാണ് പോണത് അടുപ്പത്ത് വെച്ചിട്ട്. അപ്പോൾ ഇതിൽ വെള്ളം കുറവാന്ന് തോന്നി കഴിഞ്ഞാൽ കുറച്ചും കൂടി ക്യാരറ്റ് ജ്യൂസ് ആഡ് ചെയ്തിട്ട് വേറെ വെള്ളം ഒഴിക്കരുത് കേട്ടോ, അപ്പം അതിൻ്റെ ഗുണം പോകും. എന്നിട്ട് നമ്മൾ നേരെ അടുപ്പത്ത് വയ്ക്കുക. അപ്പോൾ ഞാൻ ഒഴിച്ച് കറക്റ്റായിരുന്നു, അപ്പോൾ അതുകൊണ്ട് ഞാൻ പിന്നെ വേറെ വെള്ളം ഒഴിച്ചില്ല. എന്നിട്ട് നമുക്ക് നേരെ ആദ്യം നമുക്ക് കുറച്ച് തീ കൂട്ടിയിടാം. അതിന് ശേഷം തീ കുറയ്ക്കുക, തിളച്ചതിന് ശേഷം. എന്നിട്ട് നമ്മൾ പതുക്കനെ ഇങ്ങനെ ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കുക കേട്ടോ. അപ്പോൾ കുറച്ച് തള വരുമ്പോൾ നമുക്ക് തീ കുറച്ച് വയ്ക്കാം കേട്ടോ. ഇപ്പോൾ ഇതാ കണ്ടില്ലേ, തള വന്നു, തീ കുറച്ച് വെച്ചിട്ടുണ്ട്. വറ്റി പോവരുത്, ഇതൊരു കുറുക്ക് മാതിരി ക്രീമി ടെക്സ്ചറായിട്ട് കിട്ടണം. വറ്റി ഡ്രൈ ആയിട്ട് ഇങ്ങനെ എന്താ പറയുക കട്ടാവരുത് കേട്ടോ, എന്നാലും നമ്മുടെ ഫേസിൽ അപ്ലൈ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ഒരു ക്രീമിൻ്റെ ടെക്സ്ചർ തന്നെ ആകുമ്പോൾ ഇപ്പോൾ നമ്മൾ ഇത്രയും ഈ ഒരു പരിവാകുമ്പോൾ സ്റ്റോപ്പ് ചെയ്യുക, തീ ഓഫ് ചെയ്യുക. എന്നിട്ട് നമുക്കിതൊരു ബൗളിലേക്ക് മാറ്റാം. അതായത് നമുക്ക് യൂസ് ചെയ്യണ ഏതിലെന്ന് വെച്ചാൽ അതിലേക്ക് മാറ്റാം കേട്ടോ. ഇത് നമ്മൾ 7 ദിവസത്തേക്കുള്ളതുണ്ടായിരുന്നു. പിന്നെ നമ്മളിത്
7 ദിവസം സെയിം തന്നെ ഉപയോഗിക്കാം. പിന്നെ നമ്മളിത് ഫ്രിഡ്ജിൽ വെച്ചിട്ട് വേണം സൂക്ഷിക്കാനായിട്ട്. അപ്പോൾ അതേ നമ്മുടെ ക്രീം ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഒരു ചെറിയൊരു ക്യാരറ്റിൻ്റെ ചെറിയൊരു റോസ് മാതിരിയുള്ള കളർ ഉണ്ടാവും. നല്ല ചൂടുണ്ട് കേട്ടോ, ആവി പറക്കുന്നുണ്ടാവും. അപ്പോൾ ചൂടാറിയതിന് ശേഷം വേണം ഉപയോഗിച്ച് തുടങ്ങാനായിട്ട്. ഇത് എപ്പോൾ വേണമെങ്കിലും ഉപയോഗിക്കാം, നമുക്ക് എപ്പോഴാണോ സൗകര്യം ആ സമയത്ത് നമുക്ക് ഉപയോഗിക്കാം. സ്കിന്നെല്ലാം ഗ്ലോ ആവും, ബ്രൈറ്റ് ആവും, എല്ലാം നമുക്ക് കിട്ടും കേട്ടോ സ്കിന്നിന്. അപ്പോൾ നമ്മുടെ ബിഫോർ ആൻഡ് ആഫ്റ്റർ നോക്കി കഴിഞ്ഞാൽ അറിയാൻ പറ്റും, സ്കിന്ന് നല്ലൊരു ഗ്ലോയിങ് ബ്രൈറ്റനിങ് ഒക്കെ നമുക്ക് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ട്രൈ ചെയ്ത് നോക്കുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. എക്സ്പീരിയൻസ്. ബൈ, ടേക്ക് കെയർ, ലവ് യു ഓൾ.